ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്നാക്കായിട്ടും സ്റ്റാർട്ടറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചിക്കൻ പോപ്കോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ സോയാ സോസ് എന്നിവ ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് മസ്റ്റാണ് കേട്ടോ, എങ്കിലേ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടും ഒക്കെ ഇരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നിവ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കോൺഫ്ലവർ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം, ഒത്തിരി കൂടണ്ട. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് ഒന്ന് മാറ്റി വെക്കാം. ഈ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനും അതേപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ചിക്കന്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നിങ്ങളടുത്ത് ഇനി ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ബ്രെഡ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ പോപ്കോൺ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചിക്കനിൽ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. എല്ലാ സൈഡിലേക്കും ബ്രെഡ് ക്രംസ് നന്നായിട്ട് എത്തണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും കോട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പകുതി മാത്രം ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി പകുതി ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ടൈമിൽ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്കൊരു തവിയിൽ ആവശ്യത്തിന് വേണ്ട ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മുടെ ചിക്കന് വേവാത്ത ചിക്കനാണ്, അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കളറിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഒരു ഗോൾഡൻ കളറിലൊക്കെ മതിയെങ്കിൽ ആ ടൈമിൽ തന്നെ എടുക്കാം കേട്ടോ. ചിക്കൻ വേവണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ഈ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സോസിൽ മുക്കിയിട്ടും അല്ലാതെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. താങ്ക്